അത് പിന്നെ ചൈന ബോക്സ് നിങ്ങ തന്നതാന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബോക്സ് തുറന്നപ്പോഴോ ഹാർട്ടും ലെറ്ററും. അപ്പൊ പിന്നെ ഞാൻ എന്താ വിചാരിക്കുക? അത് മാത്രമല്ല, താൻ എന്നെ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്നു, എന്റെ ഫസ്റ്റ് കിസ് അടിച്ചു മാറ്റി, നിന്നെ കണ്ടവരൊക്കെ ഞാൻ മുറിച്ചെടുക്കാനാന്നൊക്കെ പറഞ്ഞ. അപ്പൊ പിന്നെ ഞാൻ എന്താ വിചാരിക്കുക? അതുകൊണ്ട് എന്നെ കുറ്റം പറയാനും പറ്റില്ല. ശരി ശരി, ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചു. ഇനി ഇതുപോലെ ഞങ്ങളെല്ലാരും അവോയ്ഡ് ചെയ്യാനാ ഭാവങ്ങിയ ആണെങ്കിൽ ആണെങ്കി അപ്പ കാണിച്ചു തരാം. നീ എന്താണ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? നീ അല്ലേ ജില്ലായി നിൽക്കണ്ടേ? ഇന്നലെ വേറൊരുത്തൻ, ഇന്ന് നീ. എന്താ ശരിക്കും ഉണ്ടായ? അവൻ എന്നെ ഇനി ഒരിക്കലും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നണില്ലടാ. അതെന്താ? ഞാനല്ല അവനാ ഗിഫ്റ്റ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോഴാ അവൻ മര്യാദക്ക് എന്നോടൊന്നും മിണ്ടിയത്. ഇനി ശരിക്കും എന്റെ ഫീലിങ്സ് പറയുകയാണെങ്കിൽ അവൻ ഒരിക്കലും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിനു ഭേദം അവന്റെ കസിനായി തന്നെ ഇരിക്കുന്നതല്ലേ. എടാ സോറി, ഞാൻ നിന്നെ അങ്ങനൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. ഒന്നില്ലെങ്കിലും നമ്മൾ കസിൻസ് അല്ലേ. ഇനിയിപ്പോ ചിന്തിച്ചോന്ന് വെച്ചാ എന്താണ്? ആ, തുടങ്ങി അവന്റെ ഫ്ലർട്ടിങ്. വെറുതെയാണോ ഞാൻ നിന്നെ സംശയിക്കുന്നത്? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. നമ്മൾ കസിൻസ് അല്ലേ. നീ എനിക്ക് വേണ്ടി ഒരു കാര്യമെങ്കിലും ചെയ്യണം. മുമ്പ് നടന്നതൊക്കെ മറന്ന് ഈ ട്രിപ്പ് എൻജോയ് ചെയ്യണം. എല്ലാം മറന്നു പോരെ? ആ, മതി. അനുവിന്റെ അത്തനും സെറ്റാന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഇത്രയും നാളെ കൂടെ നടന്നിട്ട് ഒരു ക്ലൂ പോലും തന്നില്ല അവര്. ആ, അവരെങ്കിലും സെറ്റ് ആവട്ടെ. എന്താടാ നിനക്ക് സെറ്റാകല് വിഷമുണ്ടോ? എനിക്കോ? എന്തിനു വിഷമം? അപ്പൊ അന്ന് പറഞ്ഞില്ല ഒരാൾ ഇഷ്ടാന്ന്, അതാരാ? ഓ, അതോ, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്നാലും ഒരു സങ്കല്പൊക്കെ ഉണ്ടാവില്ല ആ പെങ്കൊച്ചിനെ കുറിച്ചൊക്കെ. ഞാൻ അങ്ങനെ ഒരാളെ സങ്കല്പിച്ചിട്ടില്ലെങ്കിലോ? അതെങ്ങനെ ശരിയാവും? എല്ലാവരും ഒരു പെങ്കൊച്ചിനൊക്കെ ഇങ്ങനെ സങ്കല്പിക്കില്ലേ? അതൊരു പെങ്കൊച്ചു അല്ലെങ്കിലോ? എന്തോന്ന്? എനിക്കറിയായിരുന്നു റിയാക്ഷൻ. എനിക്ക് ബോയ്സിനോട് അട്രാക്ഷൻ. നീ അത് വിചാരിച്ച് പേടിച്ച് നടക്കണ്ട. എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും തോന്നില്ല, മനസ്സിലായോ? എടാ ഞാനിവിടെ കേട്ടോ. ഇന്നും നിനക്ക് ഇവിടെ ഇരിക്കണോ? ആ, ഇരിക്കണം. എന്താ മോളെ ഉദ്ദേശം? എന്തുദ്ദേശം? ചിരിച്ച് ചിരിച്ച് അതിനെ വളയ്ക്കാനല്ലേ, മനസ്സിലായി. ദേ, അവിടെ പ്രണവേട്ടന്റെ അപ്പുറത്ത് സീറ്റ് ഉണ്ട്, അവിടെ പോയിരുന്നു. ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ടൂർ അറേഞ്ച് ചെയ്ത് അവനെ പ്രപ്പോസ് ചെയ്യാനില്ലേ? എന്നിട്ട് നിനക്ക് അവനോടൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു വന്നേക്കുന്നു. കുറച്ചൊന്ന് പറഞ്ഞാലും മതി. അറ്റ്ലീസ്റ്റ് എനിക്ക് ബോയ്സിനോട് അട്രാക്ഷൻ എന്നെങ്കിലും പറയാൻ പറ്റിയില്ലേ? അതെന്നെ വലിയ കാര്യം. ഒരു കണക്കിന് നോക്കിയാ അതും ശരിയാ. ആഹാ, ആദിച്ചേട്ടാ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക്? നീ പോണില്ലേ? ആ, പോയിരുന്നു. എവിടെ ബാക്കിയുള്ളവര്? അനുവും തത്തനൊക്കെ നേരത്തെ ചാടി. മിഥുൻ കുറച്ച് വർക്ക് ഉണ്ടെന്ന്. ചേട്ടൻ പിന്നെ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഒരു ഗ്രാൻഡ് ക്യാമ്പ് വന്നിട്ടുണ്ട് മ്യൂസിഷ്യൻസിന് വേണ്ടിയിട്ട്. ആ, അത് കൊള്ളാലോ. 2 സീനിയേഴ്സിനും 2 ജൂനിയേഴ്സിനും പോവാം. അവരുടെ നെയിമൊക്കെ സെറ്റ് ആക്കുമായിരുന്നു. ആരൊക്കെയാ പോകുന്ന? ഞാനും പ്രണവും. അല്ലാതെ ആരാ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവട്ടെ, ക്യാമ്പിനൊന്നും ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ ജൂനിയേഴ്സ് ആയിട്ട് ആരാ? മിഥുനും മിഥുൻ. പിന്നെ ആരാ? പിന്നെ അനുവിനെ കൊണ്ടുപോകാന്നാ വിചാരിക്കുന്നത്. ആ, അങ്ങോട്ട് പോകുമ്പോ എങ്കിലും 2 സെറ്റ് ആയാ മതിയായിരുന്നു. ആ, കൊള്ളാം. പ്രണവ് ഇതിനൊക്കെ ഇനി നിന്ന് തന്നത് തന്നെ. അതെന്താ? ഞാൻ നിന്നെ കസിനായിട്ട് കാണുള്ളൂ, എനിക്ക് നിന്നോട് അങ്ങനൊന്നും തോന്നൂല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നേക്കണേ. ബട്ട് പ്രണവിന് ബോയ്സിനോട് അട്രാക്ഷൻ എന്നെങ്കിലും പറയാൻ പറ്റി.
അമ്മോ, അതെങ്കിലും പറയാൻ പറ്റിയില്ലേ, ഭാഗ്യം. അതെ, അവിടെ ചെന്നിട്ട് മാക്സിമം ഇന്ററാക്ട് ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തോളൂ. ഞാനെന്തോ ചെയ്യാനാ? ഈ ലവ് എന്നൊക്കെ പറയണതേ കുറെ കാലൊന്നും വേണ്ട തോന്നാനായിട്ട്, ജസ്റ്റ് ഒരു സെക്കൻഡ് മതി. ആ ഒരു സെക്കൻഡ് ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. മിഥുന് അങ്ങനെയൊന്നും തോന്നിയില്ലെങ്കിലോ? ആ ലവ് അടിക്കുന്ന സെക്കൻഡേ അവര് ഒരുമിച്ചുള്ളപ്പോൾ മാത്രമല്ല തോന്നുക, അതൊക്കെ കഴിഞ്ഞ് പ്രണവേട്ടനെ മിസ് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ അപ്പോൾ ഓർക്കാനായിട്ട് കുറച്ച് മൊമെന്റ്സ് ഒക്കെ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ പെയിൻ മനസ്സിലാവും അവന്. ഷൈനെ, നീയാ പ്രേമിച്ച് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. അതിന് പ്രേമിച്ച് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, അതൊക്കെ മനസ്സിലാക്കാനേ സ്നേഹമുള്ള ഒരു മനസ്സ് മതി. എല്ലാവരും ഒന്നും ഇവിടെ ശ്രദ്ധിച്ചേ. മ്യൂസീഷ്യൻസ് ക്യാമ്പിക്ക് ഞാനും പിന്നെ പ്രണവും പിന്നെ ജൂനിയേഴ്സ് ആയിട്ട് മിഥുനും ചൈതന്യാണ് വരുന്നത്. ഞാനാ ആദിച്ചേട്ടാ, ഞാൻ എന്തിനാ തോറ്റു പോകട്ടാ? നമ്മുടെ ടീം ജയിക്കണതാണോ നിനക്ക് വേണ്ടേ, അത് അവരുടെ ലൈഫ് സെറ്റ് ആവണതാണോ വേണ്ടേ? അത് എനിക്ക് നീ ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ശരിക്കും. ലാസ്റ്റ് അവര് സെറ്റ് ആയില്ല, ടീമും ജയിച്ചില്ല എന്ന് പറഞ്ഞ് എന്റെ മെക്കെട്ട് കയറാറുണ്ടല്ലോ. ഓ ഇല്ലേ. ആദിച്ചേട്ടാ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ചെറുതായിട്ട്. ആദ്യം ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ. ആണോ? എന്താ പ്ലാൻ? മിഥു ഇംപ്രസ് ആവണം. എങ്ങനെ ഇംപ്രസ് ആക്കും? അതറിഞ്ഞൂടാ, എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കണം. നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എപ്പോഴാ തുടങ്ങുന്നേ? അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നോട്ടീസ് ബോർഡിൽ ചെന്ന് നോക്കാം. എനിക്കൊരു ഐഡിയ കത്തുന്നുണ്ട്. മിഥുൻ പ്രണവിന്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, മസ്കുലാരിറ്റി ഒക്കെ കണ്ട് ഇംപ്രസ് ആവണം. അതിനിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന? ഇപ്പൊ കണ്ടു. അയ്യോ അയ്യോ, പ്രണവേ വന്നാടാ. എടാ പുട്ടോ, താൻ എന്താ കാണിച്ച്? അവന് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ഒന്നും പറ്റിയില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ പാവൻ ചെക്ക് ഇൻട്രോവേർട്ട് ആയതാനെ ഒന്നും വേണ്ടാണെങ്കിൽ ജോലി. അത് ഇനി വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോട് ആദ്യം പറയണം, മനസ്സിലായല്ലോ? മനസ്സിലായി. ഇന്നലെ ആണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ജലസിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഐഡിയ? എന്ത് ഐഡിയ? അതെന്തായാലും വർക്കൗട്ട് ആവും. ഡ്രാമയിലൊക്കെ ഉള്ളതാ. ആ പറ. വെയിറ്റ് ആൻഡ് സീ ബേബി. എന്തോന്ന്? I'm your big fan. I have crush on you, Pranav, by your fanboy. ഇത് മിഥുൻ കാണുന്ന വിധത്തിൽ എവിടെയെങ്കിലും വെക്കണം. എവിടെയായിരുന്നു താൻ? പ്ലാനൊക്കെ സെറ്റായി. ആ ഇനിയെങ്കിലും ആ പ്ലാൻ എന്താണെന്ന് പറ. എനിക്കിതാ രണ്ടു കൂടി കേണല്ലേ പൊട്ടി. താ ഇങ്ങോട്ടേക്ക്. ആര് മേടിച്ച തന്നതാ? ഇതോ ഇതിന്റെ ബാഗിന്റെ അടുത്തിരുന്നത്. ഇടി കുരിപ്പ്, ഇതിനുണ്ടായിരുന്ന നോട്ട് എവിടെയടി? നോട്ടാ? നോട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. എന്റെ പൊന്ന കൊച്ച്, ഇത് ഞാനാ കൊണ്ടുവച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് എന്നോട് പ്ലാൻ പറഞ്ഞിട്ട് പോവാൻ. അതെന്തേലും ആവട്ടെ. ആ മിഥുൻ എവിടെ വന്നിട്ട് നിന്റെ അടുത്ത് വരാത്തെന്താ? ആ അതെനിക്ക് പ്രൈവസി തരാൻ വേണ്ടിട്ടല്ലേ. എന്തിനു പ്രൈവസി? എന്ത് പറഞ്ഞിട്ടാന്നറിയോ നമ്മുടെ പ്ലാനിന്റെ ഇടയിൽ ശല്യമായിട്ട് വരാത്തത്? അതെന്താ? എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആവില്ലേ? മിഥുൻ സ്റ്റിക്കി നോട്ട് പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ, വെറുതെ എന്നെ കളിയാക്കാൻ. ഇതിപ്പോ ഒന്നും നടക്കുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഗേളായിട്ട് മെസ്സേജ് ചെയ്യും, പിന്നെ ഇഷ്ടായ പിന്നെ ഇപ്പൊ ചെക്കനായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലോ? അതിന് പ്രണവേട്ടൻ മനസ്സിലല്ല. ഇനി എന്റെ പ്ലാൻ എങ്ങനെ വർക്കൗട്ട് ആണെന്ന് നോക്ക്.
ഇതിപ്പോ ലാസ്റ്റ് ഡേ ആയി, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. Hello everyone, I'm very glad to enter Musicians Camp. We had a lot of fun and knowledge about music. Now this is the final session. Let's have some fun. Anyone know about the Pepro game? Huh? ശരിക്കും? അതെന്തോന്നു? Came out 2 members from each team. പ്രണവേട്ട അമിത് നിങ്ങൾ ചെല്ല്. മിന്നവ്. മിനവോ? I mean മിഥുന്റെ മീയും പ്രണവിന്റെ നവും. മിന്നവ്. എന്തോന്ന് പേരുടെ ഇത്? Oh yay! മിഥുൻ. ഒന്നില്ല, നീ പൊക്കോ. ആദി ഞാനത് കണ്ടേന്നറിയൂ. എന്താ? അവര് ഏകദേശം സെറ്റ് ആവാറായെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ട്രൂത്ത് ഡയറും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ്. ഡയറല്ലേ? എന്ത് ഡയർ? അവരോട് നൈസായിട്ട് റൊമാൻറ്റിക് ആയിട്ട് പ്രൊപ്പോസ് ചെയ്ത് അഭിനയിക്കാൻ പറയാം. ഞാനത് നൈസായിട്ട് വീഡിയോ എടുക്കും. നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ സെറ്റ് ആക്കിയാലോ? എപ്പടി? ഇനി അതൊക്കെ നടക്കുള്ളൂ എനിക്ക് തോന്നുന്നു. പിന്നല്ലാതെ കുറെ ആയി അവർ പിന്നാലെ സെറ്റാക്കാൻ നടക്കണം. ലാസ്റ്റ് ഞാൻ ഇതന്നെ ചെയ്യും. Midu, I can explain. ദൈവമേ, ഈ ഭൂമി പിളർന്നൊന്ന് താഴത്തേക്ക് പോയിരുന്നെങ്കിൽ.